ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഋത്തിയുടെ സ്കൂൾ ഡേ ആണ് കേട്ടോ. നോർമലി 8:30 എണീക്കുന്ന ആളാണ്, അപ്പം ഒന്ന് എണീറ്റിട്ടില്ല. അപ്പോൾ പോയി വിളിക്കാൻ വിചാരിച്ച് പോണതാണ്. ഋത്തിരി ഈസ്റ്റ് താമ്പരത്തിലെ ഹെലോ കിഡ്സ് പറഞ്ഞ സ്കൂളിലാട്ടോ പഠിക്കുന്നത്. LKG സ്റ്റുഡൻ്റ് ആണ്. കഴിഞ്ഞ വർഷം എടുത്തിന് ശേഷം അവനെ നഴ്സറി ജോയിൻ ചെയ്തിരുന്നു കേട്ടോ. പിന്നെ ഈ വർഷം അങ്ങനെ LKGക്ക് മാറി. ഋത്തിനെ കുറച്ച് ടൈമൊക്കെ ഞാൻ വിളിച്ചു നോക്കിയിട്ടോ, അപ്പോൾ ആളെ എണീക്കണില്ല. പിന്നെ ചായ കുടിച്ചിട്ട് വിളിക്കാൻ വിചാരിച്ചിട്ട് ഞാൻ പോന്നു കേട്ടോ. അങ്ങനെ വിളിച്ചെണീപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 8:30 ആകുമ്പോഴേക്കും ആൾ എണീറ്റ് വരുന്നതാണ്. ആൾ ഫ്രഷായിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കിയിട്ട് പുറത്തേക്ക് എത്താറുള്ളൂ കേട്ടോ. പക്ഷേ ഇന്ന് എന്താ അറിയില്ല, കുറച്ച് മടിയുണ്ടായിരുന്നു എണീക്കാൻ. സ്കൂളിൽ പോകാൻ മടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ നീ തന്നെ പോയിട്ട് അവനെ എണീപ്പിച്ച് അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി. ഋത്വി തനിയെ അവൻ്റെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവൻ എത്രയെല്ലാം വളർന്നല്ലോ എന്ന് ആലോചിക്കാറുണ്ട് കേട്ടോ. ഭയങ്കര കൗതുകമായി തോന്നാറുണ്ട് കേട്ടോ പലതും. പിന്നെ അവൻ ഓരോ അക്ഷരങ്ങളൊക്കെ എഴുതുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റായി തോന്നാറുണ്ട്. പിന്നെ ഇന്നലെ അവന് ടെസ്റ്റ് നടത്തിയായിരുന്നു. അപ്പോൾ അതിലൊക്കെ നല്ല മാർക്കുണ്ടായിരുന്നു. ഫസ്റ്റ് ടെസ്റ്റാണ്. അപ്പോൾ വെരി ഗുഡും സ്റ്റാർക്കൊക്കെ കിട്ടി കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. അപ്പോൾ അവൻ്റെ ഓരോ വളർച്ച കാണുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കാറുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ കണ്ണേട്ടൻ എത്തിയായിരുന്നു കേട്ടോ അവനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്കൂളിലേക്ക്. ഡെയിലി കണ്ണേട്ടനാണ് അവനെ സ്കൂളിൽ കൊണ്ടാക്കുന്നതും കൊണ്ടുവരുന്നതും. പിന്നെ മാമനും അമ്മായും നാട്ടിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നീ ഉച്ചയ്ക്ക് ഇപ്പോൾ കണ്ണേട്ടൻ വരില്ല. അപ്പോൾ ഞാനും നീതും വേണം ഋതുവിനെ കൊണ്ടുവരാൻ പോകണത്. അതിൻ്റെ ഇടയിൽ നീതു അവനെ റെഡിയാക്കിയിട്ടോ സ്കൂളിൽ പോകാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഗേസ്, ഞാനിന്ന് ഓഫീസിൽ പോയിട്ടില്ല, ലീവ് എടുത്തിട്ടുണ്ട്. 2 days ആയിട്ട് ഹെൽത്ത് ഇഷ്യൂ ആണ്. അപ്പോൾ ഇന്നൊരു റിലാക്സേഷന് വേണ്ടിയിട്ട് ലീവ് എടുത്തു. 3 days അങ്ങനെ ഒരുമിച്ച് ലീവ് കിട്ടും ചെയ്യുമല്ലോ. ഋത്വിക്കുട്ടി പിന്നെ റെഡി ആവുന്ന ഇടയിൽ അവൻ്റെ സ്കൂളത്തെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അനി, അബി, മിസ്സുമാർ അവരെല്ലാം പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഗേസ്, ഇവിടെ ഡെയിലി കുപ്പ കളക്ട് ചെയ്യുന്ന ആൾക്കാർ വരാറുണ്ട് കേട്ടോ. അപ്പം അമ്മായിയാണ് ഡെയിലി ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് ഞാനും ഋത്വിയും കൂടിയാണ് കുപ്പ കൊണ്ടിടാൻ പോയിട്ടുള്ളത്. പിന്നെ ഗേസ്, അവന് രാവിലെ കഴിക്കാൻ ബ്രെഡും പീനട്ട് ബട്ടറും മതിയും പറഞ്ഞാണ് കേട്ടോ. കൊണ്ടുപോകാനത് മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നീതത് എടുത്ത് തന്നു. അപ്പോൾ കൊണ്ടേ കൊടുക്കാനാണ്. അപ്പോൾ ബ്രെഡ് ആയതുകൊണ്ട് അവൻ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ലീവുള്ള ദിവസം ഞാനും അവനും കൂടി മൊട്ടമാടി പോയിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കാറുള്ളത്. ഓരോന്ന് പറഞ്ഞ് അങ്ങനെ ഇരുന്ന് കഴിക്കും. ഓഫീസുള്ള ദിവസങ്ങളൊന്നും എനിക്ക് നടക്കാറില്ല. 7:30 to 4:30 എനിക്ക് ഷിഫ്റ്റ് വരാറുള്ളത്. അപ്പോൾ ഞാൻ അവനെ എണീക്കുന്ന മുന്നേ പോകാറുണ്ട്. അപ്പോൾ അല്ലാത്ത ദിവസങ്ങളിൽ മാത്രമേ ഞങ്ങളിങ്ങനെ ഒരുമിച്ച് പോയിട്ട് കഴിക്കാറുള്ളൂ കേട്ടോ മുകളിലൊക്കെ. ഇന്നിപ്പോൾ അവൻ ഒറ്റയ്ക്ക് തന്നെ എടുത്ത് കഴിക്കുന്നുണ്ട്. പിന്നെ നീതു അവൻ്റെ സ്നാക്സ് ബോക്സ് റെഡിയാക്കാനുള്ള തിരക്കിലായിരുന്നു കേട്ടോ. ബ്രെഡും പീനട്ടും തന്നെ വെച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ ക്യാരറ്റും പിന്നെ കാഷ്യൂം വെച്ചിട്ടുണ്ട്. കാഷ്യൂം ക്യാരറ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഋതുവിൻ്റെ സ്നാക്സ് ബോക്സ് എപ്പോഴും വെറൈറ്റി ആക്കാനോട് നല്ല ശ്രമിക്കാറുണ്ട് കേട്ടോ നീതു. ഞാൻ കേരളത്തിലാകുമ്പോഴേക്കും എപ്പോഴും പിക്കൊക്കെ അയച്ചു തരാറുണ്ട്. പിന്നെ അവന് പനീർ ഫ്രൈ ചെയ്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇപ്പോൾ അടുത്ത് എന്താ അറിയില്ല, അവന് ഇഷ്ടമല്ല പറയണേ, എന്തോ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് കൊടുക്കാറില്ല. അതുപോലെ മറ്റൊരു കാര്യം പറയുന്നത്, ഞാൻ ഇതുവരെ ഋത്വിക്ക് സ്കൂളിൽ പോകുന്നത് നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ ഗൈസ്. പിന്നെ യൂണിഫോം ഇട്ടിട്ടും കണ്ടിട്ടില്ല. ഞാൻ നേരത്തെ പോകേണ്ടിക്ക് ഇതൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നാണ് യൂണിഫോം ഡേ ആണ്. പക്ഷേ ഇന്ന് കളർ ഡ്രസ്സ് ഇട്ടിട്ടാണ് പോണത്. അവൻ്റെ ഡ്രസ്സ് ഷേപ്പാക്കാൻ കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് കിട്ടിയിട്ടില്ല. അങ്ങനെ സ്നാക്സ് ബോക്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഗേസ്. പക്ഷേ അതിൻ്റെ ഇടയിൽ ഒരു പ്രഹസനം ഉണ്ടായിരുന്നു. ഞാൻ എഡിറ്റ് ചെയ്ത് വന്നപ്പോഴാണ് കണ്ടത്. പിന്നെ അത് ഒഴിവാക്കി വീണ്ടും അത് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ടൈമൊന്നും കിട്ടിയില്ല. അപ്പോൾ അവിടെ തന്നെ കിടന്നോട്ടെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ നിങ്ങളതൊന്ന് സ്കിപ്പ് ചെയ്തോളൂ. പിന്നെ ഋത്വിക്കുട്ടിക്ക് ഇറങ്ങാനുള്ള ടൈമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നീതു സ്നാക്സ് ബോക്സും വാട്ടർ ബോട്ടിലൊക്കെ അത് ബാഗിലാക്കി കൊടുക്കാനുള്ള തിരക്കിലായിരുന്നു കേട്ടോ. ഇന്ന് ഞാൻ ലീവായതുകൊണ്ട് ഋത്വി പോയില്ല, നല്ല ടെൻഷൻ ഉണ്ടാകും കേട്ടോ സ്കൂളിലേക്ക്. അപ്പോൾ ഇന്നലെ തന്നെ അവനെ സൂചിപ്പിച്ച് വെച്ചായിരുന്നു മേമയ്ക്ക് 10:30 ഓഫീസ്. അതുകൊണ്ട് ഋത്വി നേരത്തെ പോകണം. ഋത്വി പോയതിന് ശേഷം മേമ പോകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. പക്ഷേ
അപ്പോൾ അവൻ പറഞ്ഞത് ഇല്ല മേമ പോയിട്ട് ഋത്തി പോകാമെന്നൊക്കെയാണ്. പക്ഷെ ഇന്നൊരു കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല കുട്ടിയായിട്ടാണ് പോയി, നല്ല ഉഷാറായിരുന്നു കേട്ടോ. ഞാൻ പോകാത്ത കാര്യങ്ങളൊന്നും തിരക്കൊന്നും ചെയ്തില്ല. പിന്നെ ഋത്തിയും കണ്ണേറ്റിന് ഇറങ്ങിയതിന് പിന്നെ ഞാനും നീതും ഞങ്ങളുടേതായ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തോട്ടോ. എനിക്കൊന്ന് ഫ്രഷ് ആവാനൊക്കെ ഉണ്ടായിരുന്നു. നീതുവിന് പിന്നെ കിച്ചൺ വർക്കും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്കോട് മസാലക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ 12:30 ആയപ്പോൾ ഞാനും നീത് റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഋത്തി കുട്ടീനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ പോണത് ഓട്ടോയിലാണ്. വരുമ്പോൾ നടന്ന് വരാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുടയും ക്യാപ്പൊക്കെ എടുക്കണമെന്ന് പ്ലാനിങ് ഉണ്ടായിരുന്നു. പിന്നെ ഓട്ടോ കയറിയപ്പോഴാണ് മനസ്സിലാക്കിയത് ഇത് രണ്ടും എടുത്തിട്ടില്ല എന്ന് ഓർമ്മ വന്നത് കേട്ടോ. പിന്നെ ഞാൻ എവിടെ പോകുമ്പോഴും അമ്മയോട് എങ്ങനെയുണ്ട് ചോദിച്ചിട്ട് ഇറങ്ങാറുള്ളത്. ഇപ്പോൾ ഡ്രസ്സ് ചെയ്താലൊക്കെ ഡ്രസ്സ് ഓക്കെ ആണോ അമ്മ പറഞ്ഞാൽ എനിക്കൊരു സമാധാനം കിട്ടാറുള്ളൂ കേട്ടോ. ഇപ്പോൾ എല്ലാം തിരിച്ച് ഇവളോടാണ് ചോദിക്കാറ്. അപ്പോൾ അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ ഇവിടുത്തെ. കേസ് നമ്മൾ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. കുറച്ച് ടൈം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ട് ഓട്ടോ വരാൻ വേണ്ടിയിട്ട്. കണ്ണേറ്റിന് അറിയുന്ന ആൾ തന്നെയായിരുന്നു കേട്ടോ ഓട്ടോ. എനിക്ക് നോർമൽ ഓഫീസ് ടൈം രാവിലെ 7:30 to 4:30 ആണ് കേട്ടോ. അപ്പോൾ ആ ടൈമിലൊന്നും ക്യാബ് ഫ്ലാറ്റിൻ്റെ മുന്നിലേക്ക് വരാറില്ല. MCC കോളേജ് ഉണ്ട്, അവിടെ പോയിട്ട് വേണം കയറാൻ. അപ്പോൾ ആ ടൈമിലൊക്കെ മാമനായിട്ട് എന്നെ ഡ്രോപ്പ് ചെയ്യാറുള്ളത് അവിടെ. അപ്പോൾ മാമൻ നാട്ടിലേക്ക് പോയതുകൊണ്ട് ഇപ്പോൾ ഇന്നലെയൊക്കെ ഇവരുടെ വണ്ടിയിലാട്ടോ ഞാൻ മുഴുവൻ പോയിട്ടുള്ളത്. അപ്പോൾ പറയേണ്ട ഒരാൾ തന്നെയാണ്. അങ്ങനെ ഓട്ടോ വരുന്നവരെ ഞാൻ അങ്ങനെ ഓരോ വീഡിയോസ് ഇങ്ങനെ എടുത്തുകൊണ്ടേയിരുന്നു കേട്ടോ കേസ്. പിന്നെ ഋത്തിയുടെ സ്കൂൾ അത്ര ലോങ് ഒന്നും ഇല്ല കേട്ടോ. ഇവിടെ അടുത്തുള്ളൊരു പാർക്ക് ഉണ്ട്, അതിൻ്റെ അടുത്ത് തന്നെയാണ് അവൻ്റെ സ്കൂൾ വരുന്നത്. അപ്പോൾ ഞാനും വൈകിട്ട് വരുമ്പോൾ നടന്നിട്ടാണ് കേട്ടോ വരാറുള്ളത്. അപ്പോൾ കാണാറുണ്ട് അവൻ്റെ സ്കൂളൊക്കെ. സ്കൂളിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും കുട്ടികളൊക്കെ പോയി തുടങ്ങിയിട്ടായിരുന്നു. അപ്പോൾ ക്യാബിലൊക്കെ കുറച്ച് കുട്ടികൾ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ഞങ്ങളെ കണ്ടപ്പോഴേക്കും ഋത്തിക്കുട്ടി ഇതാ പുറത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നീത് നേരെ അവിടുത്തെ മിസ്സുമാരുടെ അടുത്തേക്കാണ് കേട്ടോ പോയിട്ടുള്ളത്. പിന്നെ ഋത്തിവി അതെ അവൻ്റെ അമ്പലത്തേക്ക് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും ആ കൂട്ടത്തിൽ അവരെല്ലാം ഒന്ന് പരിചയപ്പെടുകയൊക്കെ ചെയ്തു കേട്ടോ ഗൈസ്. പിന്നെ ഞങ്ങൾ നടന്ന് പോരാൻ നോക്കി. പോരുമ്പോൾ ജ്യൂസ് കുടിച്ചിട്ട് പോരാന്നൊക്കെ പ്ലാൻ ചെയ്തതാണ്. പക്ഷെ ഒന്നും നടന്നില്ല ഗൈസ്, നല്ല വെയിലാണ്. പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോരാന്ന് പ്ലാൻ ചെയ്തു. ഋത്തിക്കുട്ടി വെച്ചാൽ സ്കൂളിലത്തെ ഓരോ വിശേഷങ്ങളും പറഞ്ഞതാണ്. നീതുവിൻ്റെ കൈ പിടിച്ചിങ്ങനെ നടക്കുന്നുണ്ട്. കേട്ടോ കേസ്. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഋത്തിനെ എടുത്ത് കിടന്നു കേട്ടോ. അവനെ ആകെ ക്ഷീണിച്ചിട്ടുണ്ടാവും. പിന്നെ ഞങ്ങൾ നേരെ പോയി സൂപ്പർ മാർക്കറ്റിലേക്കാണ്. ഋത്തി ഇവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ് കേട്ടോ.
രാവിലെ മാമൻ്റെ കൂടെയും ഉച്ചയ്ക്ക് കണ്ണേട്ടൻ്റെയും കൂടെ സ്ഥിരം കയറുന്നതുകൊണ്ട് അവനെല്ലാവർക്കും അറിയാം കേട്ടോ. പിന്നെ സൂപ്പർ മാർക്കറ്റിലേക്ക് കയറുമ്പോൾ അവൻ്റെ ബാഗ് അവിടെ റോളിൽ വെക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര വാശി പിടിക്കുകയായിരുന്നു. അപ്പോൾ ടോപ്പിൽ വെച്ചപ്പോൾ അവനെ പറ്റില്ല, സെക്കൻഡ് റോളിൽ തന്നെ വെക്കണം. അപ്പോൾ അതെല്ലാം വെച്ച് തീർക്കുകയായിരുന്നു ഇത്. പിന്നെ ബാഗ് വീടുമെന്ന് പേടിയായിരുന്നു അവന്. അപ്പോൾ അതെല്ലാം സെറ്റാക്കിയിട്ട് ഉള്ളിൽ കയറിയിട്ടുണ്ടാകുന്നുള്ളൂ കേട്ടോ. പൃഥ്വി ആദ്യം ചെന്നിട്ട് എടുത്തത് മെൻഡോസാണ് കേട്ടോ. പിന്നെ അൽപ്പനീപ്പൊക്കെ എടുത്തു. പിന്നെ അവനൊന്നും വേണ്ട പറഞ്ഞിട്ട് നേരെ പോയത് ബലൂണ് പറഞ്ഞ് വാശി പിടിക്കാൻ തുടങ്ങി കേട്ടോ. പിന്നെ ഞാനും പൃഥ്വിയും പോയിട്ട് ബലൂൺ എടുത്തു. ഞാനും ഋത്വിക എന്തൊക്കെയോ തിരഞ്ഞെടുക്കിടയിൽ ഇത് നീതു ഏതോ സൈഡിലേക്ക് പോയി. അതിനിടയിൽ നീതുവിനെ തിരഞ്ഞെടുക്കലായിരുന്നു നിൽക്കുക ഋത്വിക്കും പണി കേട്ടോ. പിന്നെ അവിടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഗേസ്. പിന്നെ ഞങ്ങൾ നേരെ പോയത് ചിക്കൻ സ്റ്റാളിലേക്കായിരുന്നു കേട്ടോ, ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചിക്കനും വാങ്ങി ഞങ്ങൾ നേരെ ഫ്ലാറ്റിലേക്കാണ് പോകുന്നത് ഗേസ്. ഋത്തിക്കുട്ടി ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ നല്ല ഓട്ടമായി തുടങ്ങി. പിന്നെ ഞങ്ങളെ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒളിഞ്ഞിരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. ഇതൊന്ന് പേടിച്ചു, പക്ഷെ എനിക്കറിയാവുന്ന എവിടെ ഉള്ളത് എന്നൊക്കെ. അവൻ്റെ സ്കൂളിൽ AP എന്നിട്ടാ പറയാറ്. ABCD അങ്ങനെ പറയുകയാണ്. AP എന്ന് പഠിക്കേണ്ട കാര്യം വെച്ചിട്ട് അങ്ങനെ പറഞ്ഞിട്ട് ശീലമായി. ഞങ്ങളും ഇങ്ങനെ AP എന്ന് തന്നെ പറയാറുള്ളൂ കേട്ടോ. അങ്ങനെ കേസ് നമ്മളുടെ ഫ്ലാറ്റിൽ എത്തിയിട്ടുണ്ട്. വലിയ സന്തോഷമുള്ള മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഋത്തിക്കുട്ടി വീഡിയോയ്ക്ക് നിന്ന് തന്നു കേട്ടോ. അല്ലെങ്കിൽ അങ്ങനെ നിന്ന് തരാറുള്ളതല്ല. എന്താ പറ്റിയെന്ന് അറിയില്ലെന്ന് കുട്ടി ഭയങ്കര ഓക്കെ ആയിരുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഋത്തീൻ്റെ നല്ലൊരു സ്കൂളിൽ എടുക്കാൻ പറ്റിയെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഞങ്ങളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇനിയിപ്പോൾ ഋത്തിയുടെ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ ഇനി വരുന്നതാണ്. ഓക്കെ, ബൈ.